ഹായ് കൂട്ടുകാരെ, ഇത് രാജീവാണ്. ഇന്നത്തെ റെസിപ്പി ഒരു ഉരുളക്കിഴങ്ങ് കറിയാണ്. വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കിഴങ്ങ് കറിയാണ്. ചപ്പാത്തിയിലൂടെയും അപ്പത്തിനൂടെയൊക്കെ കഴിക്കാൻ പറ്റുന്ന ഒരു കിഴങ്ങ് കറിയുമായിട്ടാണ് ഞാൻ എത്തിയിരിക്കുന്നത്. കുക്കറിലാണ് കറി ഉണ്ടാക്കാൻ പോകുന്നത്. കുക്കർ സ്റ്റൗവിൽ വെച്ചിട്ടുണ്ട്. കുക്കർ ചൂടായി വന്നിട്ടുണ്ട്. വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടായി വന്നിട്ടുണ്ട്. അതിലേക്ക് കടുക് ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടി വരുന്നുണ്ട്. കടുക് പൊട്ടി വരുമ്പോഴത്തേക്ക് നമുക്ക് പെരുംജീരകവും വറ്റൽമുളകും ചേർത്ത് കൊടുക്കാം. കറിവേപ്പില, പച്ചമുളക്, വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം. ഒരു സവാള എടുത്തിരിക്കുന്നത്, അത് അരിഞ്ഞു വെച്ചിട്ടുണ്ട്, അത് ചേർത്ത് കൊടുക്കാം. ഇങ്ങോട്ടൂടെ വഴറ്റിയെടുക്കാം. ഉപ്പ് ചേർത്ത് കൊടുക്കണം. മഞ്ഞപ്പൊടി ചേർത്ത് കൊടുക്കാം. കാൽ ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. കാൽ ടീസ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഇതിലേക്ക് അരിഞ്ഞു വെച്ച തക്കാളി ചേർത്ത് കൊടുക്കാം. ഇളക്കി ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് അരിഞ്ഞു വെച്ച ഉരുളക്കിഴങ്ങ് ചേർത്ത് കൊടുക്കാം. അങ്ങനത്തെ ഇളക്കി ചേർക്കാം. ഒരു ഗ്ലാസ് വെള്ളം ചേർത്ത് കൊടുക്കാം. കുക്കർ അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. ഏകദേശം ഒരു 2 വിസിൽ വന്നാൽ മതി. രണ്ട് വിസിൽ വന്നിട്ടുണ്ട്. നമുക്കിത് ഓഫ് ചെയ്ത് വെക്കാം. കുക്കർ നമുക്ക് തുറന്ന് നോക്കി ചെക്ക് ചെയ്യാം. നമ്മുടെ ഉരുളക്കിഴങ്ങ് കറി റെഡിയായി വന്നിട്ടുണ്ട്. നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. നമുക്ക് ഇത് ഒരു സ്പൂൺ വെച്ചിട്ട് ചെറുതായിട്ടൊന്ന് ഉടച്ച് ചേർത്ത് കൊടുക്കാം. കറി നമ്മൾ ഉടച്ച് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതുപോലെ നിങ്ങളും തയ്യാറാക്കാൻ ശ്രമിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു വെരി മച്ച്.